നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ UCL ഡ്രോ കണ്ടപ്പോൾ പെട്ടു ഗൈസ് എന്നാവുമോ ലൂയിസ് എൻറിക്കയും നാസർ അൽ ഖലീഫയും പറഞ്ഞിട്ടുണ്ടാവുക. ഇത്തവണത്തെ UCLൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് ഗ്രൂപ്പ് സ്റ്റേജിന് പകരം ലീഗ് ഘട്ടമാണ് കളിക്കേണ്ടത്. ലീഗ് ഘട്ടത്തിൽ 8 എതിരാളികളോട് കളിക്കണം. അപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ, ഡ്രോ കഴിഞ്ഞപ്പോൾ PSG കിട്ടിയിട്ടുള്ളത് 8ൽ 5 ടീമുകളും കട്ട ടീമുകളാണ്. PSG ഒന്ന് വിറക്കും എന്നർത്ഥം. എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും കിലിൻ എംബാപ്പെ കൂടി പോയതോടെ പഴയ MNMനെ പൂർണ്ണമായും ഒഴിവാക്കിയ പുതിയൊരു PSG ആണ് അവരിത്തവണ പതിവ് പോലെ UCL എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. PSGയുടെ എതിരാളികളൊന്ന് നോക്കുക. മാഞ്ചസ്റ്റർ സിറ്റി, ബയേൺ മ്യൂണിക്ക്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ആഴ്സണൽ, PSV ഐന്തോവൻ. അതാണ് പറഞ്ഞത് 5 കിടിലൻ ടീമുകൾ. പിന്നെ സാൽസ്ബർഗ്, ഗിറോണ. മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, കഴിഞ്ഞ തവണത്തെ ശക്തിയില്ല, ശരിയാണ്, പല പ്രധാന താരങ്ങളും പോയിട്ടുണ്ട്. എന്നാൽ പോലും അവരിൽ നിന്ന് കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കണം. പിന്നെ സ്റ്റുട്ട്ഗർട്ട്. അപ്പോൾ ഒരു ടീമും മോശമല്ല, 5 ടീമുകൾ അതിശക്തമാണെന്ന് പറയുമ്പോഴും ബാക്കിയുള്ളവർ ഒട്ടും മോശമല്ല. 8 കിടിലൻ ടീമുകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 8 കളികളിൽ 4 ഹോം മത്സരവും 4 എവേ മത്സരവുമാണ്. PSGക്ക് സിറ്റിക്കെതിരെ ഹോം മത്സരമാണെങ്കിൽ ബയേണിനെതിരെ എവേ മത്സരമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഹോം മത്സരമാണ്. ആഴ്സണലിനെതിരെ എവേ മത്സരമാണ്. PSVക്കെതിരെ ഹോം മത്സരമാണെങ്കിൽ സാൽസ്ബർഗിനെതിരെ എവേ മത്സരമാണ്. ജിറോണക്കെതിരെ ഹോം മത്സരവും സ്റ്റുട്ട്ഗർട്ടിനെതിരെ എവേ മത്സരം. ഏതായാലും ഇതവണത്തെ UCL പോരാട്ടത്തിൽ നല്ല പെടാപ്പാട് പെടും ലൂയിസ് എൻറിക്കയുടെ PSG. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.